ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നമ്മുടെ കമ്പനിയില് ഒരു ഫിക്സഡ് ലഞ്ച് ടൈം ഇല്ലേ? ഉണ്ട് സാർ, 1 to 2. പിന്നെ എന്താ ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം തോന്നിയ സമയത്ത് ലഞ്ച് കഴിക്കുന്ന? ആ പട്ടിക്കാട്ടുകാരി കൃത്യസമയത്ത് കഴിക്കാൻ പോയി കാണില്ലേ, അതിന്റെ ചുരുക്കാവിന് ഞാനെന്താ അവളെ കൂട്ടിക്കൊണ്ടുപോയി അടുത്തിരുത്തി ഊട്ടണം. ഞാൻ ചോദിച്ചത് കരുണാകരൻ സാർ കേട്ടില്ലേ? സാർ, ലേറ്റായിട്ട് കഴിച്ചാൽ മതിയെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. 1 മണിക്കും 2 മണിക്കും ബെല്ലടിക്കും. അതിനിടയിൽ എല്ലാവരും കഴിക്കും. വിശപ്പില്ലാത്തൊരു കഴിക്കില്ല. ആരൊക്കെ കഴിച്ചു ആരൊക്കെ കഴിച്ചില്ല എന്ന് ഞാൻ നോക്കാറില്ല. സമയം 2 കഴിയാറായി. പാർവതി ഇപ്പോഴാണ് കഴിക്കാൻ പോയത്. കരുണാകരൻ സാറ് അവൾ എന്തെങ്കിലും അർജന്റ് ജോലി ഏൽപ്പിച്ചിരുന്നോ? ഇല്ല സാർ, ബാക്കി എല്ലാവരും കൃത്യസമയത്ത് പോയി കഴിക്കും സാർ. പക്ഷേ പ്രിയനും പാർവതിയും എല്ലാവരും കഴിക്കാൻ പോയതിനു ശേഷം മാത്രമേ കഴിക്കാൻ പോകൂ. അതെന്താ? നിങ്ങളെന്താ കൃത്യസമയത്ത് പോയി കഴിക്കാത്തതെന്നൊന്നും ഞാൻ അവരോട് ചോദിക്കാറില്ല. അല്ല, ചോദിക്കാതെ തന്നെ എനിക്കറിയാലോ. അല്ല, എന്തുകൊണ്ട് അവര് ലേറ്റ് ആയിട്ട് കഴിക്കുന്നത്? കൃത്യസമയത്ത് പോയാൽ മറ്റെല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ. അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ ഇവർക്കിഷ്ടമല്ല. ആരുടെയും ശല്യമില്ലെങ്കിൽ ഒരേ പാത്രത്തിലിരുന്ന് കഴിക്കാനും വായിൽ വെച്ച് കൊടുക്കാനൊക്കെ ചെയ്യാലോ. മനസ്സിനകത്ത് കനൽ വീണ് കഴിഞ്ഞു. ഇനി താളി കത്തിക്കുക മാത്രം. പ്രിയന്റെയും പട്ടിക്കാട്ടുകാരിയുടെയും ശനിദശ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നോ ഇടിയപ്പം തന്നെയല്ലേ? നാളെ ഇടിയപ്പം തന്നെ ആയിരിക്കും. നാളെ കഴിഞ്ഞു ഇടിയപ്പം തന്നെ ആയിരിക്കും. അതിന് ശേഷവും ഇടിയപ്പം തന്നെ ആയിരിക്കും. ദിവസം ഇടിയപ്പം കഴിച്ചാ മടുക്കില്ലേ? അമ്മ ഉണ്ടാക്കി തരുന്ന ഇടിയപ്പത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എത്ര കഴിച്ചാലും അങ്ങോട്ട് മടുക്കില്ല. എന്നാലും ഇടയ്ക്ക് വേറെന്തേലും കഴിക്കാൻ തോന്നില്ലേ? തോന്നൊക്കെ ചെയ്യും. അതുകൊണ്ടാ ഞാൻ ഇടയ്ക്ക് മോഹന്റെയും ജയന്തിയുടെയൊക്കെ ടിഫിൻ ബോക്സില് കൈയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കില് ഒരു കാര്യം ചെയ്, പ്രിയൻ ചേട്ടൻ ഇത് കഴിക്കേ. കുറുവ അരിയുടെ ചോറും സാമ്പാറും തോരനോ. ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരത്തിന് നല്ല രുചിയാ. രുചിയില്ലെങ്കിലും ഞാൻ കഴിക്കും. പാറു തരുന്നതല്ലേ. ആ ഇടിയപ്പങ്ങിതാ. അയ്യോ, ഇതോ? ഇത് പാറു കഴിക്കണ്ട. അതെന്താ? ഇത് അമ്മ കാലത്തുണ്ടാക്കിയതാ. ഇപ്പൊ തന്നെ ഇത് നല്ല കല്ല് പോലെ ആയിട്ടുണ്ടാവും. ഇതിന് പകരം നാളെ ഞാൻ നല്ല ഫുഡ് കൊണ്ടുവരാം. നാളെയോ? അപ്പോ ഇന്ന് ഞാൻ പട്ടിണി കിടക്കണോ? എനിക്ക് വിശപ്പൊന്നും സഹിക്കാൻ പറ്റില്ല. തണുത്തതായാലും സാരമില്ല, ഇടിയപ്പം ഞാൻ കഴിച്ചോളാം. ഇങ്ങതാ. അയ്യോ പറു, പ്രിയൻ ചേട്ടന് ഇടിയപ്പം ഇഷ്ടല്ലേ? എനിക്കിഷ്ടമാ. പ്രിയൻ ചേട്ടന് ഇഷ്ടാണെങ്കിൽ എനിക്കും ഇഷ്ടാ. എനിക്ക് തരാനല്ലേ പറഞ്ഞേ? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. തണുത്താണെങ്കിലും ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് സാമ്പാറും തോരനും ഇതിലിട. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്രം? പറയില്ല, കാണിച്ചു തരാം. ഇട്. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? സൂപ്പർ. കൈലാഷ് നേരിട്ട് കാണുന്നതല്ലേ പ്രിയനോട് അവൾ എന്ത് ക്ലോസ് ആയിട്ടാ ഇടപഴകുന്നതെന്ന്. നീ അവളെ പ്രണയിക്കുന്ന പോലെ പ്രിയനും അവളെ പ്രണയിക്കുന്നുണ്ടെങ്കിലും